കർത്താവിന്റെ കരം കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസി ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കുടുംബമായി പ്രിയപ്പെട്ടവരോട് ഒരുമിച്ചായിരിക്കാണ്ട് സ്വർഗത്തിലെ ദൈവം നൽകി തന്ന വിലപ്പെട്ട അവകാശത്തിനായി സ്തോത്രം. ഈ ഡിവൈസിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്ന, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ അനേക നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സൂം മീറ്റിങ്ങിൽ പിന്നെയും ജോയിൻ ചെയ്യുവാണ്ടൊക്കെ വേണം കർത്താവ് സാവകാശം ഒരുക്കി തന്നത്. ഏകദേശം ഒരു വർഷത്തോളം, എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ അധികമായി തിരുവചനവുമായി നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ ഈ പകൽക്കാലം കർത്താവ് അടിയനെയും സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ മെസ്സേജ് പറയുവാനുള്ള ഒരു സാവകാശമാണ് ആദ്യം കർത്താവിന്റെ ദാസനോട് ഓർമ്മിപ്പിച്ചത്. ആ സമയം ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഇന്നലെ ആയിരുന്നുവെങ്കിൽ എനിക്ക് തടസ്സമായിരുന്നു. ഇന്നലെ എനിക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ ദാസൻ തന്നെ എന്നോട് വീണ്ടും ആവശ്യപ്പെട്ടു ചൊവ്വ എന്നുള്ളത് ബുധനാക്കിയാൽ എനിക്കും സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരുന്നു, ദൈവത്തിന്റെ ഒരു ഹിതമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്നലെ ആയിരുന്നുവെങ്കിൽ എനിക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ അല്പമായ പ്രതിസന്ധി നേരിടുമായിരുന്നു. എന്നാൽ ദൈവം നന്നായി അറിയുന്നു നാം ഏത് സമയത്ത് എവിടെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നുള്ളത് കർത്താവ് നന്നായി അറിയുന്നു. നാം എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് നന്നായി അറിയുന്നു. എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ നിഷ്കളങ്കരായി നടക്കുന്നവരെ, നിഷ്കളങ്കരായ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ കർത്താവ് ഒരിക്കലും മറന്നു കളയത്തില്ല. കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഒന്ന് മാറി നമ്മുടെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിക്കും. എന്നാൽ അവിടെയൊക്കെയും പതറിപ്പോകാതെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമ്മുടെ പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ അബ്രഹാമിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ കഷ്ടത ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികൂലമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു ഉറപ്പ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞ നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന നിഷ്കളങ്കതയോട് നിന്ന് അബ്രഹാമിനെ ദൈവം മാനിച്ചുവെങ്കിൽ ഈ നാളുകളിൽ ദൈവം നമ്മെ ആദരിക്കാതിരിക്കുമോ? തുടർമാനമായി കർത്താവിന്റെ ദാസൻ എനിക്ക് തോന്നുന്നു എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ ഈ സൂമിലൂടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ബഥേൽ ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. കർത്താവിന്റെ ദാസൻ എടുക്കുന്ന എല്ലാ എഫേർട്ടുകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മെ കർത്താവ് വിളിച്ചുവെങ്കിൽ നാം ഓരോ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന് വേണ്ടി ഓടുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യങ്ങളെ നടത്തി തരുവാൻ ശക്തനായ ദൈവമാ. ഇന്ന് പകലിൽ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മെ ഉണർത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലത്തെ അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ദൈവം ഇന്നത്തെ ചിന്തയ്ക്കായി എന്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു വചനഭാഗമാണ്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടൊരു വചനഭാഗം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി. ഈ വചനം അങ്ങയുടേത്, ഈ ശുശ്രൂഷിക്കുന്ന അടിയൻ അങ്ങയുടേത്, കേൾക്കുന്ന ജനം അങ്ങയുടേത് കർത്താവേ. ഹല്ലേലൂയ കർത്താപ്പശ, ഈ വചനത്തെ അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റുമാറാകണമേ. ചില വിടുതലുകൾ ഇന്നു പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കുവാൻ കർത്താവേ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ സമയങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ഈ ആഴങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വിടുതലായി കർത്താപ്പശ വിടുതലായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താപ്പശ.
അങ്ങയുടെ അത്ഭുതകരം അവിടുന്ന് നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തിയുടെ കരം നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് അല്ലെങ്കിൽ ഞങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ വെളിപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ ദൈവവചനം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു വേദഭാഗമാണ്. തുടർമാനം ദൈവവചനം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നൽകി തരുന്ന വചനഭാഗം നോട്ട് ചെയ്ത് വെക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ഭാഗം ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇന്നത്തെ ഈ മീറ്റിംഗിൽ നീ ഈ ഭാഗം എടുത്ത് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിനകത്ത് പ്രേരണ തന്നതുകൊണ്ട് ഈ ഭാഗം എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. എന്താ ഉദ്ധാരണങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ഗോഡ് ഓഫ് സാൽവേഷൻ എന്ന, രക്ഷയുടെ ദൈവം എന്ന നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് എഴുതുന്നത് സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികൾ ഒന്ന് മാറി കടന്നു വരുമ്പോൾ, അവനെതിരെ ശത്രു ശക്തികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ വിളിച്ചു പറയുകയാ, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറി പോകുവാൻ ഇടയായി തീരും. നിനക്കെതിരെ ഒരു വലിയ സമൂഹം എഴുന്നേറ്റ് വരും, നിനക്കെതിരെ ശക്തിയുള്ളവർ എഴുന്നേറ്റ് വരും, നിനക്ക് പ്രതികരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്കെതിരെ ശത്രു സൈന്യം എഴുന്നേറ്റ് വരുവാൻ ഇടയായി തീരും. എന്നാൽ ശത്രുവിന്റെ ആരവത്തെ തകർത്ത് കളയുവാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യകരം ഓരോ ദിവസവും നിന്റെ കണ്ണിൻ മുമ്പിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഓരോ ദിവസവും അത് നിന്റെ ചെവി കൊണ്ട് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമുക്കറിയാം, ആ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഒരു നിർത്തല, സേല എന്ന് പറയുന്ന ഒരു പദപ്രയോഗം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിർത്തിയിട്ട് തുടങ്ങുക എന്ന് പറയുന്നത്, ആ നിർത്തുന്നതിന് മുമ്പ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ചപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ആ കർത്താവിന്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ അവിടെ നിർത്തിയിട്ട് തുടങ്ങുകയാ, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാ, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാ. ഇന്നു പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുവാൻ ഇടയായി തീരും. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ സമയങ്ങളിൽ നാം ഈ തിരുവചനം കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇന്നു രാത്രി എത്ര പേർ വിശ്വസിക്കും ദൈവം നമ്മുടെ ഉദ്ധാരണത്തിന്റെ ദൈവമാ? എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ ഇടയായി തീരും? ദൈവം നമ്മുടെ ഉദ്ധാരണത്തിന്റെ ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ ഇങ്ങനെ തിരുവചന ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഒരു വ്യക്തിയെ കാണിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എസ്തേറിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു മൊർദെഖായിയെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഉദ്ധാരണങ്ങളുടെ ദൈവം നിന്നെ നശിപ്പിച്ചു കളയോ, നിന്നെ ഇല്ലാതാക്കി കളയോ, നിന്നെ കൊന്നു മുടിക്കുമെന്ന് ഒരു വശത്ത് നിന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ, നിനക്ക് വേണ്ടി ചില പ്രവർത്തികൾ ദൈവം ചെയ്യുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവജനത്തിനെതിരായി ശത്രുവിന്റെ പ്രവർത്തനം നമുക്ക് അവിടെ കാണുവാൻ ഇടയായി തീരും. ഈ മൊർദെഖായി ആരായിരുന്നു? ഈ മൊർദെഖായി ആരായിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. കീശിന്റെ മകനായ ശിമെയിയുടെ മകനായ യായീരിന്റെ മകൻ എന്ന യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മൊർദെഖായി
യൊഖന്യാവ് എന്ന് പറയുന്ന യഹൂദ രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ കടന്നു വന്ന് പട്ടണം പിടിച്ചെടുക്കുകയും ഇവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുവാനിടയായി. അങ്ങനെ ഇവർ ശൂഷൻ പട്ടണത്തിൽ അഹശ്വേരോഷ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഇവർ ഇരിക്കുമ്പോഴാണ് പ്രത്യേകം ദൈവത്തിന്റെ ചില പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് മൊർദെഖായി യഹൂദനായ മൊർദെഖായി ഇതാ അന്യരാജ്യത്ത് പ്രവാസത്തിൽ പിടിക്കപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായി. അവൻ തന്നെയല്ല പോകുവാനിടയായി. ആ ഭാഗമൊക്കെ ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ചില ഭാഗങ്ങൾ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവൻ മാത്രമല്ല അവിടെ നിന്ന് പോയത്, അവനോടൊപ്പം ഒരു എസ്തേറും ഒരു ഹദസയും അവനോടൊപ്പം കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തിനാ? ഈ ഹദസ മാതാപിതാക്കൾ ഇല്ലാത്തതായ ഒരു സഹോദരി ഇവന്റെ ചിറ്റപ്പന്റെ മകളാ, മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായ ഹദസയെയും കൂട്ടിക്കൊണ്ട്, ഹദസ എന്ന എസ്തേറിനെയും കൂട്ടിക്കൊണ്ട് ഇവൻ ശൂഷൻ പട്ടണത്തിലേക്ക് കടന്നു പോകുക. അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധി നടക്കുന്നു, അവിടെ ഒരു വിഷയം നടക്കുന്നു. ആ കഥയൊക്കെ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാ, ഒരുപാട് പ്രസംഗങ്ങൾ ആ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടതാ. എന്നാൽ ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക, നീ ചില സ്ഥാനത്തേക്ക് എത്തപ്പെടുമ്പോൾ നീ വിചാരിക്കും, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നു, എന്തുകൊണ്ട് ഞാൻ പിടിക്കപ്പെട്ടു, എന്തുകൊണ്ട് ഞാൻ ഇവിടെ ആകുവാൻ ഇടയായി, ദൈവത്തിന്റെ സ്വന്തം സ്ഥാനമായ സ്ഥലത്തു നിന്ന് എന്തുകൊണ്ട് ഞാൻ ഈ അന്യദേശത്തെ കത്തപ്പെടുവാൻ ഇടയായി എന്ന് നീ ചിന്തിക്കുമ്പോൾ ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക, നിന്നെ ചില സ്ഥാനത്തേക്ക് അവൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ചില സ്ഥാനത്ത് അവൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. നീ അത് മറന്നു പോകരുത്. ഇത് കണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. ഇത് കണ്ടിട്ട് നീ എന്തുകൊണ്ട് എന്റെ ദൈവം ഇത് എന്റെ ജീവിതത്തിൽ ചെയ്തുവെന്ന് ഒരിക്കലും നീ പറയുവാനിടയാകരുത്. കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ ഓരോ വിഷയങ്ങളും ദൈവം അറിയാതെയല്ല, ദൈവത്തിന്റെ കരം അതിന്റെ മധ്യത്തിൽ ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹദസയുമായി ഇവൻ ബാബിലോണിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ കടന്നു ചെന്നപ്പോഴാ അവിടുത്തെ പ്രതിസന്ധികളിൽ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വസ്തിയുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു. ആ സ്ഥാനത്തേക്ക് എസ്തേർ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ നാം എപ്പോഴും കേൾക്കുന്ന വചനഭാഗമാ. അതൊന്നും ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഈ മൊർദെഖായി ഈ ഹദസയെ ചേർത്തു പിടിക്കുക. ആരുമില്ലാത്തവളെ അവൻ ചേർത്തു പിടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്നു രാത്രി കാലം ദൈവമക്കളെ, ചിലരെ ചേർത്തു പിടിക്കുവാൻ, ചിലരെ ആശ്വസിപ്പിക്കുവാൻ, ചിലരെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നീ അതിൽ നിന്നും മാറിപ്പോകരുത്. കാരണം അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചിലരോട് നീ സഹതാപം കാണിക്കുമ്പോൾ, ചിലരോട് നീ അനുകമ്പ കാണിക്കുമ്പോൾ ദൈവത്തിന് ചിലത് നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ പദ്ധതിയുള്ളത് കൊണ്ടാണ് ഇവളെ ചേർത്ത് പിടിച്ച് ഇവൻ ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ഇവൻ അറിയത്തില്ല തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. എന്നാൽ എല്ലാം നന്നായി അറിയുന്ന കർത്താവ് അവനോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഈ മൊർദെഖായിയെ കുറിച്ച് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ അധ്യായമാ. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായം എന്ന് പറയുന്നത് ചെറിയ അധ്യായമാ. എന്നാൽ അതിനകത്ത് മൊർദെഖായി ആരായിരുന്നുവെന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ യഹൂദന്മാരിൽ വെച്ച് മഹാനായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാം. അവൻ യഹൂദന്മാരിൽ വെച്ച് മഹാനായിരുന്നു. സഹോദര സംഘത്തിന് അവൻ ഇഷ്ടനായിരുന്നു. സ്വജനത്തിന് അവൻ ഗുണകാംക്ഷിയായിരുന്നു. തന്റെ സർവവംശത്തിനും അവൻ അനുകൂലവാദിയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പ്രാപിച്ചവനാ ഈ മൊർദെഖായി.
പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ എസ്തർ, ഈ മൊർദെഖായി എല്ലാ ഗുണങ്ങളും ഉള്ളവനാ. എല്ലാ ഗുണങ്ങളും അവന്റെ ഉള്ളിൽ ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അവൻ മുൻപോട്ട് പോവുക. ഇപ്പോഴാ ഇതാ നിനച്ചിരിക്കാത്ത സമയത്ത് യഹൂദ ജനത്തിനെതിരെ ശത്രു പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എല്ലാം അനുകൂലമായി ഇരിക്കുന്ന സാഹചര്യത്തിലാ പെട്ടെന്ന് ജീവിത മണ്ഡലത്തിന് നേരെ പ്രതികൂലമാഞ്ഞടിക്കുന്നത്. ഇന്നു രാത്രി, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക. ഇതിനകത്ത് ഈ ഡിവൈസിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ചില സഹോദരങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ. നിനച്ചിരിക്കാത്ത സമയത്ത് ഒരു പ്രതിസന്ധി ജീവിത മണ്ഡലത്തിന് നേരെ ആഞ്ഞടിച്ചത്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം ജീവിത മണ്ഡലത്തിൽ കയറി വരുമെന്ന്. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതിസന്ധി ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുവാൻ ഇടയായി. ഒരു ജനത്തെ മുഴുവൻ കൊന്നുമുടിക്കുവാൻ, ഒരു ജനത്തെ മുഴുവൻ ഇല്ലാതാക്കി കളയുവാൻ തക്കവണ്ണം ശത്രു പദ്ധതി ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ. ശത്രുവിന്റെ ശക്തി എത്ര വലുതായിരുന്നാലും നീ ആരെ സേവിക്കുന്നു, നീ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നീ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന അവൻ നിന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാ. പ്രതിസന്ധി കണ്ടിട്ട് ഭാരപ്പെട്ടു പോവുകയല്ല, പ്രതിസന്ധി കണ്ടിട്ട് തളർന്നു പോവുകയല്ല. ഇന്നും പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക. പ്രതിസന്ധിയുടെ മുമ്പിൽ നീ എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കരം നിനക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരാ. തിരുവചനം ഉടനീളം പഠിച്ചു നോക്കുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, പ്രതിസന്ധി ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ എഴുന്നേൽക്കുവാൻ ആരും തയ്യാറായോ അവരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതാ ഒരു ജനത്തിന് വിരോധമായി ശത്രു എഴുന്നേൽക്കുക. ഒരു വ്യക്തിക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുക. ഒരു വ്യക്തിയോടുള്ള വിരോധം ആ ജാതിയോട് മുഴുവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിനക്കെതിരെ ശത്രുവിന്റെ പദ്ധതികൾ ഉയർന്നു വരുമ്പോൾ ഉപവസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടുവാൻ ഇടയായി തീരും. കർത്താവിന്റെ ദാസൻ റോയി പാസ്റ്ററോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാ. വേദിക്കടകം നിനച്ചിരിക്കാത്ത സമയത്ത് ചില പ്രതിസന്ധികൾ എന്തു ചെയ്യണമെന്നറിയാതെ വേദനപ്പെട്ട അതരവൽക്കടകം ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഉപവസിപ്പാൻ തയ്യാറായ മൊർദെഖായിയുടെ മുമ്പിൽ പ്രതികൂല ശക്തികൾ തകർന്നു പോയതുപോലെ ഈ ദിവസങ്ങളിൽ എന്റെ ദാസന്, ഈ ദിവസങ്ങളിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചില മഹാപർവ്വത, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന് ആറ്റുകൊണ്ട് ആണിക്കല്ല് കയറ്റുമെന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ശക്തമായി എഴുന്നേൽക്കുവാൻ തയ്യാറായ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളുടെ മേൽ ഞാൻ അതിനെ സമഭൂമിയാക്കി മാറ്റി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എന്റെ ആത്മാവാലോചന പറയുകയാ. നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില പ്രതിസന്ധി നിനക്ക് മാത്രമല്ല, നിന്നോട് കൂടെയുള്ള നിന്റെ ജനങ്ങൾക്ക് ഹാനി വരത്തക്ക വിധത്തിൽ ചില പ്രതിസന്ധികൾ, അതിന്റെ ആഴങ്ങൾ ശത്രുവായവൻ അഴിച്ചു വിടുമ്പോ ഇന്നുകാലം എന്റെ ആത്മാവിൽ ഓർമ്മിപ്പിക്കുക. എഴുന്നേൽക്കുവാൻ തയ്യാറാകട്ടെ. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിന്റെ ജനത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അസാധ്യമെന്ന് ചിന്തിക്കുമ്പോൾ ഇന്നു പകൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുക. അസാധ്യതകളുടെ മേൽ എന്റെ കരം ചലിക്കുവാൻ തുടങ്ങും.
അതരവന ഘടകപരവന നിനക്കെതിരായി കഴുമരമുണ്ടാക്കുന്നവർ, അതരവന ഘടകപരവൽ ഘടകമാരവന ഹസ്തൽ കഴുമരത്തിൽ അവർ തന്നെ തൂങ്ങത്തക്ക വിധത്തിൽ അതരവന നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരുവിധ ആയുധവും ഫലിക്കാതെ വേണ്ട. അതരവൽ ഘടകം എന്റെ ദാസനെ ഈ ദിവസങ്ങളിൽ അതരവന ഘടകപരവൽ ഘടകമാരവൻ എന്റെ ദാസന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമത്രേ, ജനത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമത്രേ എന്ന് ഇന്ന് പകൽക്കാലം അറിഞ്ഞുകൊള്ളട്ടെ. ക്ഷീണിച്ചു പോകരുത്. അതരവന ഘടകന്മാരെ വേദിക്കടക്കം പ്രവർത്തിപ്പാൻ ഞാൻ ശക്തിയുള്ള ദൈവമത്രേ എന്ന് എന്റെ ആത്മാവാലോചന പറയുക. അതരവന ഘടകമാരവൽ ഘടകം പിന്നെയും ദൈവസന്നിധിയിൽ അടുത്തു വരട്ടെ. പ്രിയമുള്ളവരെ, ശക്തമായ പ്രതികൂലം, ശക്തമായ പ്രതിസന്ധി ഇവിടെ ആഞ്ഞടിച്ചുയരുക. ഈ പ്രതിസന്ധി കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്നവൻ അവൻ ഒരു കാര്യം മനസ്സിലായി, ഈ ദിവസങ്ങളിൽ ഞാൻ അനങ്ങാതിരുന്നാൽ ശരിയാകത്തില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ എഴുന്നേറ്റേ മതിയാകൂ. എനിക്ക് മാത്രമല്ല എന്റെ ജനത്തിനു നേരെയും കടന്നു വന്ന ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റേ മതിയാകൂ. ഞാനൊന്ന് എഴുന്നേറ്റേ മതിയാകൂ. ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതാ ഈ ജനം ഇവിടെ മുടിയപ്പെടുവാൻ ഇടയായിത്തീരും. ഈ ജനം ഇവിടെ തകരപ്പെടുവാൻ ഇടയായിത്തീരും. ഒരു വംശം മുഴുവൻ ഇവിടെ തകരപ്പെടുവാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ ഞാൻ എഴുന്നേൽക്കും. ഇന്നു രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുക. ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുമോ? ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുമോ? എഴുന്നേൽക്കുവാൻ തയ്യാറായ കർത്താവിന്റെ കരം വിഷയത്തിന്റെ മധ്യത്തിൽ ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. നീ വിചാരിക്കും, ഈ പ്രതിസന്ധി ഞാൻ ക്ഷീണിച്ചു പോകത്തേയുള്ളൂ, ഞാൻ ഇവിടെ അവസാനിക്കും. ഇന്നു പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ഇല്ല, നീ അവസാനിക്കുവാനല്ല, നീ അവസാനിക്കുവാനല്ല. നീ ഒന്ന് എഴുന്നേൽക്ക്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്നു പകൽ ഞാൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നീ ആയിരിക്കുന്ന റൂമിൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നീ ആയിരിക്കുന്ന കിടക്കയിൽ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഏൽപ്പിച്ചു തരുവാൻ ആരുണ്ട് പ്രിയമുള്ളവരെ? ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആരുണ്ട്? അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ മൊർദെഖായി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി. മൊർദെഖായിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ഞാൻ ഇവിടെ സ്വസ്ഥമായി ഇരുന്നിട്ട് കാര്യമില്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി, രട്ടുടുത്തു, വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് അത്യന്തം കൈപ്പോടെ അവൻ കരയുകയാണ്. ഉപവസിപ്പാൻ തയ്യാറായ മൊർദെഖായി വെറുതെ അങ്ങ് ഉപവസിക്കുകയല്ലായിരുന്നു പ്രിയമുള്ളവരെ, വെറുതെ അവൻ ഉപവസിക്കുകയല്ലായിരുന്നു, അവൻ വസ്ത്രം കീറുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വസ്ത്രം കീറി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവൻ നഗ്നനായിട്ടാണോ ഉപവസിച്ചത്? ഒരിക്കലുമല്ല. യഹൂദന്റെ വസ്ത്രധാരണത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അവന് മേൽവസ്ത്രമുണ്ട്, അടിവസ്ത്രമുണ്ട്, ഇങ്ങനെ പല രീതിയിൽ ഒരുമിച്ച് വസ്ത്രം ധരിച്ചാണ് അവരുടെ മേൽവസ്ത്രം, അവന്റെ മേൽവസ്ത്രം വലിച്ചു കീറുവാൻ തക്കവണ്ണം ഇടയായി. വിഷയത്തിന്റെ ആഴം ഗ്രഹിച്ചപ്പോൾ അവൻ വസ്ത്രം കീറി രട്ടെടുത്തുടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് അവൻ കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായി. വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കി, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ അവൻ അത്യന്തം കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായി. നിലവിളിക്കുന്ന ദൈവമൈതലേ, നിനക്ക് മുമ്പിൽ അവൻ മറഞ്ഞിരിക്കത്തില്ല, നിനക്ക് മുമ്പിൽ അവൻ മാറി നിൽക്കത്തില്ല. അവൻ പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ദൈവമാ. ഇന്ന് പകൽ ആര് വിശ്വസിക്കുക? ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അവൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു, ഞാനിത് അധികം വിശദീകരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള സമയത്തിന്റെ പരിമിതി എനിക്കറിയാം പ്രിയമുള്ളവരെ. നാം ധാരാളം ഈ വചനം കേൾക്കുകയും ഈ വചനത്തിൽ നിന്നുള്ള അനേക പ്രസംഗങ്ങൾ കേൾക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളവരാ ഈ ഡിവൈസിലുള്ളവരെന്ന് എനിക്കറിയാം പ്രിയമുള്ളവരെ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നതുകൊണ്ട് ഈ വചനഭാഗം എടുപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീരിൽ മൊർദെഖായി
മൊർദെഖായി ഇരുന്നപ്പോൾ മൊർദെഖായിയോടൊപ്പം ഇതാ ഒരു കൂട്ടം ജനവും ഉപവസിപ്പാൻ തയ്യാറായി. ഒരു കൂട്ടം ജനം ഉപവസിപ്പാൻ തയ്യാറായി. ഈ പകലിൽ ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുവാനിടയായി തീർന്നു. ഒക്ടോബർ മാസം 30-ാം തീയതി മുതൽ നീണ്ട ചില ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിന്റെ പാദവിടെ ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. എത്ര ദൈവജനം കൂടെ ഇരിപ്പാൻ തക്കവണ്ണം തയ്യാറാകോ? ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന ചില പ്രതിസന്ധികൾ, നിനച്ചിരിക്കാത്ത സമയത്ത് നിനക്കെതിരെ വരുന്ന ചില രേഖകളെ അവൻ അനുകൂലമാക്കി മാറ്റുവാൻ ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകോ? അവരുടെ വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എസ്തേർ രാജ്ഞി മനസ്സിലായി അവൾക്ക് തന്റെ വളർത്തച്ഛനായ മൊർദെഖായി ഇതാ രട്ടിലും വെണ്ണീറിലും കിടക്കുകയാ. അവൻ വസ്ത്രം കീറി. ഒരിക്കലും രാജാവിന്റെ പടിവാതിൽക്കൽ ആ ഒരവസ്ഥയിൽ ഒരു വ്യക്തിക്കും കടന്നു വരുവാൻ വ്യവസ്ഥയില്ല. എന്നാൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അറിയുവാൻ ആളിനെ വിട്ടപ്പോഴാ മനസ്സിലാകുന്നത് തന്റെ ജനത്തിനെതിരെ ഇതാ ശത്രുവിന്റെ ശക്തി എഴുന്നേറ്റിരിക്കുന്നു. തന്റെ ജനം തകരപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഇത് മനസ്സിലാക്കിയ അവൾ മൊർദെഖായിയുടെ അടുക്കലേക്ക് ആളിനെ പറഞ്ഞു വിട്ട് കാര്യങ്ങളുടെ സംഗതിയൊക്കെ മനസ്സിലായപ്പോൾ മൊർദെഖായി എസ്തേറിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം? ഈ പകലിൽ ഇവിടെ ഇരിക്കുന്ന ചില എസ്തേറുമാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, നീ ഈ സമയത്തും മിണ്ടാതിരുന്നാൽ നിന്നെ ഈ സ്ഥാനത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചിലതിനു വേണ്ടിയിട്ട് നിൽക്കുവാനാ, ചിലതിനു വേണ്ടി കരയുവാനാ, ചിലതിനെ ഉദ്ധരിക്കുവാനാ നിന്നെ ദൈവം കണ്ടിരിക്കുന്നത്. എന്നാൽ ചില എസ്തേറുമാർ അനങ്ങാതെ ഇരിക്കുകയാ. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ട ചില എസ്തേറുമാർ അനങ്ങാതെ ഇരിക്കുമ്പോ, ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കേണ്ട ചില എസ്തേറുമാർ അനങ്ങാതെ ഇരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഓർമ്മിപ്പിക്കുകയാ, എഴുന്നേൽക്കാൻ നീ തയ്യാറാക. നീ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ ദൈവത്തിന് യാതൊരു കുഴപ്പവുമില്ല. ദൈവം മറ്റൊരാളെ നിനക്ക് പകരമായി എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ ലഭിക്കേണ്ട സ്ഥാനത്ത് നിനക്കും നിന്റെ കുടുംബത്തിനും ലഭിക്കേണ്ട ഉദ്ധാരണം മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ തയ്യാറാകണം. ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ അത് മൂടി വയ്ക്കുവാനല്ല, അത് പറയിൻ കീഴിൽ ഒളിപ്പിക്കുവാനല്ല, അത് തണ്ടിന്മേൽ വെച്ച് അനേകർക്ക് വെളിച്ചം ലഭിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ മൂടി വയ്ക്കുവാനല്ല, പുറത്തു വരുവാനിടയായി തീർന്ന നിന്നിലൂടെ ഒരു കരം വെളിപ്പെടുവാനിടയായി തീരും. അവൾ വിചാരിച്ചു, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എന്റെ ജീവൻ എന്തു വരുന്നെങ്കിലും വന്നുകൊള്ളട്ടെ, ഞാൻ ഉപവസിക്കുവാൻ തയ്യാറാകുക. വ്യവസ്ഥ പ്രകാരം അല്ലാതെയെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ ഇടയാകും. ഞാൻ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലും. എല്ലാ സമയത്തും രാജാവിന്റെ അടുക്കൽ പോകുവാൻ പെർമിഷൻ ഇല്ല പ്രിയമുള്ളവരെ. എന്നാൽ വ്യവസ്ഥയില്ല എങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലും. അവന് കൃപയുണ്ടെങ്കിൽ എന്റെ നേരെ പൊൻചെങ്കോൽ നീട്ടട്ടെ. അവന് കൃപയില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുന്നെങ്കിൽ ഞാൻ നശിച്ചു പോകട്ടെ. ഒരിക്കൽ ശദ്രക്, മേശക്, അബേദ്നെഗോ തീച്ചൂളയിലേക്ക് എറിയപ്പെടുവാനിടയായി അവർ വിളിച്ചു പറയുവാനിടയായി, ഈ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നെങ്കിൽ വിടുവിക്കട്ടെ, ഇല്ല എങ്കിൽ ഞങ്ങൾ ഈ തീക്കകത്ത് വെന്തുപോയാലും, ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. പ്രമാണം ഉള്ളിലുള്ളവൻ ഇതാ ഉറച്ച ഒരു തീരുമാനമെടുക്കുന്നു. പ്രമാണം ഉള്ളിലുള്ള എസ്തേർ ഇതാ ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നു. ഞാൻ നശിച്ചു പോകുന്നെങ്കിൽ നശിച്ചു പോകട്ടെ, ഞാൻ ഇല്ലാതായി തീർന്നെങ്കിൽ ഞാൻ ഇല്ലാതായി തീരട്ടെ.
ദിവസങ്ങളിൽ ധൈര്യത്തോടെ ചില എസ്തേറുമാർ എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ചില എസ്തേറുമാർ എഴുന്നേൽക്കട്ടെ. ഇതിനകത്തിൽ നിന്ന് ചില എസ്തേറുമാർ എഴുന്നേൽക്കട്ടെ. ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, സ്വന്തം സമൂഹത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ജീവന് ഭീഷണിയായിരിക്കുന്ന ചില സമൂഹത്തിനു വേണ്ടി കരയുവാൻ തക്കവണ്ണം അവൾ ഉപവസിപ്പാൻ തീരുമാനിച്ചു. അവൾ കരയുവാൻ തീരുമാനിച്ചു. ഇത് വ്യവസ്ഥ പ്രകാരമല്ലെങ്കിലും ഇവൾ രാജാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുകയാ. അവൻ അത് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുവാൻ കഴിവുള്ള ദൈവം ഇന്നു പകൽ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുക. നിനക്കെതിരെ നിൽക്കുന്ന ചില രേഖകൾ, നിനക്കെതിരെ നിൽക്കുന്ന ചില രേഖകൾ, നിനക്കെതിരെ നിൽക്കുന്ന ചില രേഖകൾ ഇന്നു പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ രേഖകളുടെ മേലമയുടെ ദൈവത്തിന്റെ കരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. നാളുകളായി നിനക്ക് ലഭിക്കേണ്ട ചില നന്മകൾ, നാളുകളായി നിനക്ക് ലഭിക്കേണ്ട ചില അനുഗ്രഹങ്ങൾ, അതിന്റെ മേൽ ശത്രു മുദ്ര വെച്ചിരിക്കുകയാ. എന്നാൽ ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? നീ ധൈര്യത്തോടെ എന്റെ സന്നിധിയിലേക്കൊന്ന് അടുത്തു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ഓർമ്മിപ്പിക്കുകയാ. പകൽ ശക്തമായി ഇടപെടുകയാ. രേഖ പ്രതികൂലമായി എഴുതി വെച്ചിരിക്കുകയാ. രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചിരിക്കുക. നിനക്കൊരു വിടുതൽ തരരുത്, നിന്റെ ജനത്തിനൊരു വിടുതൽ തരരുത്. മുദ്ര വെച്ചിരിക്കുന്ന ചില മുദ്രകളെ ഇന്നു പകൽക്കാലം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ മുമ്പിൽ തുറക്കപ്പെടുവാൻ പോവുകയാ. നീ വിചാരിക്കും നിന്റെ മുമ്പിലെ ഈ വഴി തുറക്കപ്പെടത്തില്ല. നീ വിചാരിക്കും നിന്റെ മുമ്പിലെ ഈ വഴി തുറക്കപ്പെടത്തില്ല. നീ വിചാരിക്കുക, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി ഞാൻ കരയുന്നു, ഇതിനു വേണ്ടി ഞാൻ എത്ര നാളായി നിലവിളിക്കുന്നു. ഇന്നു പകൽ പരിശുദ്ധാത്മാവ് പറയുക, ആ മുദ്രയെ ഞാൻ തകർത്ത് നിനക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്തെടുക്കുമെന്ന് ഇന്ന് പകൽക്കാലം എന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ ഇടയായി തീരും. മഹാദുഃഖം, ഉപവാസം, കരച്ചില് ഇതിങ്ങനെ വർദ്ധിച്ചു വരുവാനിടയായി ഒരു കൂട്ടം ജനം നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലാണ് അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ശൂഷൻ പട്ടണം കലങ്ങി, ഒരു രാജാവിന്റെ വിളംബരം മുഖാന്തരം ഒരു പട്ടണം മുഴുവൻ കലങ്ങിപ്പോകുവാനിടയായിട്ടു. ശൂഷൻ പട്ടണം കലങ്ങിപ്പോകുവാനിടയായി. എന്നാൽ ഈ കലക്കത്തിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം ദൈവജനം എഴുന്നേൽക്കുവാൻ തയ്യാറായി. ഒരു കൂട്ടം ദൈവജനം ഉണരുവാൻ തയ്യാറായി. എഴുന്നേൽക്കുവാൻ തയ്യാറായ ദൈവജനം ഉപവസിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, കരയുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വലിയ ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ദൈവം അവരുടെ പ്രവൃത്തികളുടെ മുമ്പിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിനുശേഷം ബൈബിൾ തിരുവചനം നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിക്കുവാൻ ഇടയായി തീർന്നുവെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 8-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ അവസാന 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു, ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിക്കുവാൻ ഇടയായി. ഒരു വശത്ത് ശൂഷൻ പട്ടണം കലങ്ങിപ്പോയപ്പോൾ, ദൈവജനം ഉണരുവാൻ തയ്യാറായപ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഉപവസിക്കുവാൻ തയ്യാറായി, കരയുവാൻ തയ്യാറായി, ദൈവത്തിന്റെ പാദപീഠ അടുത്ത് ചെല്ലുവാൻ തയ്യാറായപ്പോൾ, ദൈവസന്നിധിയിൽ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായപ്പോൾ, ആർത്ത് കലങ്ങിപ്പോയ പട്ടണത്തെ ആർത്ത് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. എങ്കിൽ ഇന്നു പകലിൽ ദൈവത്തിന്റെ ആത്മാവ്
ഓർമ്മിപ്പിക്കുക. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. അടുത്ത ഭാഗം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളവ തന്നെ. ഒരു ഭാഗത്ത് നാം കണ്ടു, ദൈവം നമ്മുടെ ഉദ്ധാരണത്തിന്റെ ദൈവമാ. തകർത്ത് കളയുവാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ, മറുഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ഈ യഹോവയ്ക്കുള്ളതാ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാ. മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ദൈവം വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടു. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിക്കുവാനിടയായി. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ജീവപര്യന്തം എന്നേക്കും മരണത്തിനടിമയായി നിൽക്കുന്ന, മരണഭീതി ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ദൈവത്തിന്റെ അത്ഭുതകര നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണമിടയായി തീരോ. ദൈവത്തിന്റെ അത്ഭുതകര നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണമിടയായി തീരോ. മരണഭീതി അലട്ടുന്ന ചിലതിനെ അന്തരാധികവൽക്കടകപരവന ഹന്തൽ ഘടകമാരവന ഹസ്തൽ ഘടകപരവന ഹന്തൽ ഘടക ജിരവന ഘടകപരവന ഹന്തൽ ഘടകമാരവന ഹന്തൽ ഘടകമാരവന ഹസ്തനെ. ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും നമ്മുടെ അരുമനാഥനായ കർത്താവ് തന്റെ മരണത്താൽ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി. തന്റെ മരണത്താൽ അവൻ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്നൊരു പകൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നാളുകളായി മരണഭീതി അലട്ടുന്ന ചിലത് ഇതിനകത്തിലുണ്ട്. നാളുകളായി ഭയമാ, ഒരിടത്ത് തനിച്ചിരിക്കുവാൻ ഭയമാ, പുറത്തേക്ക് തനിച്ചിറങ്ങുവാൻ ഭയമാ. എന്നാൽ ഇന്നൊരു പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക, മരണത്തിന്റെ ഭീതി അലട്ടുന്ന ചിലതിനെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനാണ്. എബ്രായ ലേഖന കർത്താവ് ഇവിടെ എഴുതുകയാ, നമ്മുടെ അരുമനാഥനായ കർത്താവ്, നമ്മുടെ അരുമനാഥനായ കർത്താവ് നമുക്ക് വേണ്ടി ജഡശരീരം വഹിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ജഡശരീരം താൻ എന്തുകൊണ്ടാ ഏൽക്കുവാനിടയായത്? ആദ്യം മുതലേ നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നു. ആദ്യം മുതലേ നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നു. അവൻ സൃഷ്ടിപ്പ് മുതൽ തന്നെ നമുക്ക് തിരുവചനത്തിൽ യേശു കർത്താവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. ഈ യേശു കർത്താവ്, ഈ ക്രിസ്തുനാഥൻ എന്തിനു വേണ്ടിയാ ഈ ജഡശരീരം വഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ ഓരോരുത്തരെ വിടുവിക്കുവാൻ തക്കവണ്ണം ജീവപര്യന്തം മരണഭീതിയിൽ അകപ്പെട്ട് ഒരിക്കലും ഒരു ഉദാഹരണമില്ല, ഇനി എനിക്കൊരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല, എന്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചു, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറയുമ്പോൾ രാത്രി ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, യേശു കർത്താവ് നിന്റെ മരണഭീതിയെ മാറ്റുവാൻ എഴുന്നേറ്റിരിക്കുകയാ. നിന്റെ മരണഭീതിയെ മാറ്റുവാൻ അവൻ എഴുന്നേറ്റിരിക്കുകയാ. നിന്റെ മരണഭീതിയെ മാറ്റുവാൻ അവൻ എഴുന്നേറ്റിരിക്കുക. ഈ പകൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? നാളുകളായി ചിലതിന്റെ ഉള്ളിൽ ഭയം വരുത്തിക്കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ രോഗക്കിടക്കയിലേക്ക് മാറ്റിവിട്ട
ഇനി ഒരു ഉദ്ധാരണമില്ല, ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് പറയുമ്പോ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്റെ കരം ചലിക്കുകയാ. നാളുകളായി നീ കിടക്കയിൽ കിടക്കുകയാ, എഴുന്നേൽക്കുവാൻ കഴിയാതെ എന്റെ ജീവിതം ഈ കിടക്ക കൊണ്ട് അവസാനിക്കും, ഇവിടെ കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുമെന്ന് നീ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ, നിന്നെ ശത്രു മരണത്തിന് നിന്നെ കൊണ്ടുപോകുമെന്ന് നിനക്കെതിരെ വാദിച്ചു നിൽക്കുമ്പോ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ഇല്ലവേ ഇല്ല, നിനക്കെതിരായി ശത്രു പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ഞാൻ അഴിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ജീവപര്യന്തം മരണഭീതിയുണ്ട് മുൻപോട്ട് പോകുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയാ, മരണഭീതി. ഏത് സമയവും ഞാൻ മരിച്ചു പോകും, എന്റെ തലമുറയുടെ നന്മ എനിക്ക് കാണുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഭാരത്തിൽ കഴിയുന്ന ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക, നിന്റെ കണ്ണുകൊണ്ട് തന്നെ ചില നന്മകൾ തലമുറകളുടെ കാണത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി ഈ നാളുകളിൽ ഞാൻ ചെയ്തെടുക്കുമെന്ന് എന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടായി ഇത് പറയുന്നറിയാമോ? നമുക്ക് വേണ്ടി, മരണഭീതിയിൽ അടിമകളായിരുന്ന നമുക്ക് വേണ്ടി ജീവൻ തരുവാൻ തക്കവണ്ണം അരുമനാഥനായ കർത്താവ് ഭൂമിയിലേക്ക് ജഡശരീരം വഹിച്ച് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. എബ്രായ ലേഖന കർത്താവ് എബ്രായ ക്രിസ്ത്യാനികൾ വളരെ ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ട് അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്നറിയത്തില്ല, ജീവിതത്തിൽ നഷ്ടം. കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ പിൻപറ്റുവാൻ ഇറങ്ങി വന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇവർ ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്തു ചെയ്യണമെന്നറിയത്തില്ല. എന്നാൽ അവരെ ധൈര്യപ്പെടുത്തുകയാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലതിനോട് സംസാരിക്കുക. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ, ആ രാജമ്മ സിസ്റ്റർ എന്ന് പറയുന്ന സഹോദരിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാ. എന്റെ നാമനിമിത്തം നിനക്ക് സകലവും നഷ്ടപ്പെട്ടു, അതരവനഘടകപരമെ ആശ്വസിപ്പിക്കുമെന്ന് ചിന്തിച്ചവർ, ആശ്വാസകരാകുമെന്ന് ചിന്തിച്ചവരൊക്കെ നിന്നിൽ നിന്നും മാറിപ്പോയപ്പോൾ അതരവനഘടകപരവൽ ഘടകമാരവനഹസ്തന് ദിഗവൽ ഘടകം വരെ വൈഡിഘടകം എന്റെ കരം നിന്നോട് കൂടെ ഇരിക്കുവാൻ ഇടയാൽ അതരവന ഘടകമ്പൽ വൈഡേരികവന എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മരണഭീതി നിന്നെ അലട്ടിയപ്പോഴും അതരവന ഘടകം മരണത്തിലേക്ക് നിന്നെ ശത്രുവായി അവൻ തള്ളിയിട്ടപ്പോഴും അതരവന ഘടകമ്മൽ വൈഡിക്കടം നിന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഞാൻ നിന്നെ കരങ്ങളിൽ വഹിച്ച ദൈവമാണെങ്കിൽ അതരവന ഘടകം ഈ ദിവസങ്ങളിൽ നീ ഭാരപ്പെട്ടു പോകരുത്. നാൾ തോറും നിന്റെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവ് നിന്റെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടി മനസ്സിലാക്കി എന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമെങ്കിൽ അതരവന ഘടകപരവൻ നിനക്ക് നഷ്ടപ്പെട്ടതിനെ ഞാൻ ഇരട്ടിയായി മടക്കി തന്ന് ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവം അത്രയെന്ന് ഇന്നു പകൽക്കാലം എന്റെ ആത്മാവ് നിന്നോട് ഇടപെടുക. ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ബലം നിന്റെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതരവന ഘടകം പിന്നെയും എന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ചില ദൈവപ്രവൃത്തിയുടെ ആഴം നിന്റെ ജീവിത മണ്ഡലത്തിൽ ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന് എന്റെ ആത്മാവ് ഇടപെടുക. തലമുറകളെ പിടിച്ചു കൊണ്ടുപോകുക. അതരവന ഘടകം ശത്രുവായവൻ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ അതരവന ഘടകവരവന ഹംദൽ ഘടകം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്റെ കയ്യിലുള്ള എണ്ണ നീ പകരുവാൻ തയ്യാറായ അതരവന ഘടകം വേദി ഘടകമാരവനഹസ്തനെ
വേദിക്കടക ഞാൻ നിന്നെ ഉദ്ധരിച്ചു വിടുവിക്കുന്ന ദൈവമത്രേ എന്ന് എന്റെ ആത്മാവ് ആലോചന പറയുകയാ. അതരവനെ ഈ ദിവസങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ശക്തി ഏറ്റെടുക്കട്ടെ, ബലം ഏറ്റെടുക്കട്ടെ, പ്രവർത്തിപ്പാൻ ഞാൻ ശക്തിയുള്ള ദൈവമത്രേ എന്ന് എന്റെ ആത്മാവ് ആലോചന പറയുകയാ. അതരവന ഘടകമാറവൽ ഘടക മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുകയാ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവമായ കർത്താവിന്റെ കരങ്ങളിലാ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? അവൻ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കും. കാരണം എന്താണെന്നറിയുമോ? നാം പാപത്തിൽ കിടന്നപ്പോൾ നമുക്ക് എഴുന്നേറ്റ് വരുവാൻ കഴിയാതെ അതരവന ഘടക എന്നേക്കുമുള്ള പാപക്കുഴിയിൽ കിടന്നപ്പോൾ ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല, ഒരിക്കലും നീ ജയിച്ചു വരത്തില്ലെന്ന് ശത്രു നിന്നെ നോക്കി വിധി എഴുതിയതാ. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ എന്തിനു ഭാരപ്പെടുന്നുവെന്ന് എന്റെ ആത്മാവ് എൽസി അലക്സ് എന്ന് പറയുന്ന പ്രിയ മാതാവിനോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക. എന്തിനാ ഭാരപ്പെടുന്നത്? ഈ ദിവസങ്ങളിൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാ. അവനത് നിന്റെ ജീവിതത്തിൽ നൽകി തന്നതാ. അതരവന ഘടകപരവൽ ഘടകവാരവന ഹസ്തനെ ദിവസങ്ങളിൽ ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി അതരവൽ ഘടകമ്മൽ വൈഡിഘടകം എന്റെ രക്തം ഞാൻ ഒഴുക്കി തന്നെങ്കിൽ അതരവന ഘടകം ഈ ദിവസങ്ങളിൽ എന്തിനു ഭാരപ്പെടുന്നു? അതരവൻ എന്തിനു ക്ഷീണിക്കുന്നു? അതരവന ഘടകമാരവൽ ഘടകവാരവന ഹസ്തൽ ഘടകപരവന ഹംദൽ ഘടക ധീരമ്പൽ വൈഡിഘടകപരവന ഹംദൽ ഘടക. ഈ രണ്ടു കാര്യം എന്നോട് അപേക്ഷിച്ചു. അതരവൽ ഘടകം മാറ വേദിഘടകം ധീരവന ഘടകമ്പൽ വൈഡിഘടകം. നീ ആഗ്രഹിച്ചതിനെ ഞാൻ നിനക്ക് തന്നു. അതരവന ഘടകന്മാർ വേദിക്കടക അമ്പരവൽ ഘടക. നീ ചോദിക്കാത്തതും ഞാൻ നിനക്ക് നൽകി തരുവാനിടയായി. അതരവൽ ഘടകന്മാർ വേദിക്കടക പരവന ഹന്തൽ ഘടക ദിവന ഘടകപരവൽ ഘടകമാരവന ഹന്തൽ ഘടകമാരവന ഹസ്തനെ ദുരവന ഘടകന്മാർ വേദിക്കടക. എന്നാൽ നീ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തപരമായി നിന്നെ നടത്തുവാൻ കഴിവുള്ളവനായി ഞാൻ നിന്റെ കൂടെ ഇരിക്കുമ്പോ ഈ ദിവസങ്ങൾ മരണഭീതിയെ അലട്ടി എന്റെ സന്നിധിയിലേക്ക് അടുത്തു വരട്ടെ. അതരവന ഘടകപരവൽ ഘടക. ഞാൻ നിന്നെ ബലം പകർന്നു തന്ന് ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് എന്റെ ആത്മാവാലോചന പറയുകയാ. അമ്പവാരവന ഘടകപരവൽ ഘടകം മാരവേദി ഘടകവാരവന ഹംദൽ ഘടകം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാ. കാരണം എന്താണെന്നറിയാമോ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ അവൻ കാൽവറിയിൽ തകർക്കുവാൻ തക്കവണ്ണം ഇടയായി. തന്റെ മരണത്താൽ അവൻ കാൽവറിയിൽ തകർക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരുമോ? ദൈവകരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമോ? ആരെല്ലാം നിനക്കെതിരെ നിന്നാലോ, ആരെല്ലാം നിനക്കെതിരെ ചിന്തകൾ കൊണ്ടുവന്നാലോ, ഇന്നു രാത്രി ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ. നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ നിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, നിന്റെ രോഗത്തിന് വേണ്ടി തന്റെ അവസാന തുള്ളി രക്തം വരെ ഒഴുക്കി തന്നതാ. നിന്റെ രോഗത്തിന് വേണ്ടിയും നിന്റെ പാപത്തിന് വേണ്ടിയും അവൻ കാൽവറിയിൽ തകർക്കപ്പെട്ടതാ. ഇതാ നമുക്ക് വേണ്ടി തന്റെ അവസാന തുള്ളി രക്തം വരെ കാൽവറിയിൽ അവൻ ചീന്തുവാനിടയായി തീർന്നു. ഗതസമനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നൊന്ന് നീക്കണമേ. എങ്കിലും 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 എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറപ്പെടുവാൻ ഇടയാക്കണമെന്ന് ആ കർത്താവ് ഗതസമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ യഹോവയുടെ ദൂതന്മാർ വന്ന് അവനെ ധൈര്യപ്പെടുത്തുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ അവനെ വന്ന് ധൈര്യപ്പെടുത്തുകയാ. ബലം നഷ്ടപ്പെട്ടു പോയ ചിലതിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ബലപ്പെടുത്തുന്ന ചില അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാ. ബലം നഷ്ടപ്പെട്ട് നിൽക്കുകയാ. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ചിലതിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാ. നാളിതുവരെയും അനുഭവിക്കാത്ത ചില ദൈവ സാന്നിധ്യം, ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ ശക്തി ചിലതിന്റെ മേൽ ഇറങ്ങുകയാ.
ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്ന ചിലതിനെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇതാ അരുമനാഥന്റെ സാന്നിധ്യം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഓരോ നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എനിക്കറിയാം ഡിവൈസ് ഓൺ ചെയ്ത് നിങ്ങളെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ചിലർക്ക് ഡിവൈസ് ഓൺ ചെയ്യുവാൻ കഴിയാതായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ ഏതു സ്ഥാനത്തായിരുന്നെങ്കിലോ ഇന്ന് എന്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയാ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് രോഗക്കിടക്കയിൽ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഇതാ നിന്നെ ശുശ്രൂഷിപ്പാൻ, ഇതാ നിന്നെ ശക്തീകരിക്കുവാൻ, ഇതാ നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വരികയാ. ഘടകം നാളുകളായി നിന്നെ നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ചില രോഗബന്ധനങ്ങളെ അവൻ അഴിക്കുകയാ. നാളുകളായി നിനക്കെതിരെ നിൽക്കുന്ന ചില രേഖകളെ അവൻ അനുകൂലമാക്കി മാറ്റുകയാ. ദൈവം നിന്റെ ഉദ്ധാരണത്തിന്റെ ദൈവമാ. ഘടകം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഒരു നിമിഷം ശാന്തമായി ദൈവ സാന്നിധ്യത്തിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുവാനിടയായി. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവർ. പകൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക. ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിപ്പാനിടയായിത്തീരും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഡിവൈസിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയൻ അങ്ങയുടെ കാര്യങ്ങളിൽ വെക്കുന്നു കർത്താവേ. അങ്ങ് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ അന്നാഥന്റെ വാക്ക് ഹല്ലേലൂയ കർത്താവേ. ഇന്ന് പകൽക്കാലം അടിയനെ ഏറ്റെടുക്കുന്ന കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പ്രവർത്തിക്കണമേ. അഴിയപ്പെടേണ്ടത് അഴിയപ്പെടുവാൻ, കെട്ടപ്പെടേണ്ടത് കെട്ടപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവ് അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി അവിടുന്ന് ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരം കൂടെ ഇരിക്കണം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ.